നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നടപടി ശരിയായതെന്ന് ശബരി, MD-യെ ഒറ്റുകൊടുത്തതെന്ന് KKR. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല കേട്ടോ, KK രാഗേഷാണ്. KK രാഗേഷ് അങ്ങനെ പറയുന്നത് അയാൾക്ക് ദിവ്യ എസ് അയ്യരുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് എന്നത് വ്യക്തമാണ്. KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ അന്ന് IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട വ്യക്തിയാണ് ഈ ദിവ്യ എസ് അയ്യർ എന്നതും രാഷ്ട്രീയ കേരളം മറന്നു പോകരുത്. കർണന് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് KKR-ന്റെ കവചം എന്നാണ് അന്ന് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ എസ് അയ്യർ കുറിച്ചത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇതിനുശേഷം KK രാഗേഷിന്റെ ക്ഷണപ്രകാരം കണ്ണൂർ ജില്ലയിലെ ചില പരിപാടികളിലും ദിവ്യ എസ് അയ്യർ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഓർത്തെടുക്കാൻ പറ്റും. ഇതൊക്കെ കണ്ണൂരിലെ കോൺഗ്രസുകാർക്ക് നല്ല വെടിപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിയമസഭയിൽ ഇരിക്കേണ്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള ശബരിനാഥൻ ഇപ്പോൾ വാർഡ് കൗൺസിലറായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരിക്കേണ്ടി വന്നത് തന്നെ ഭാര്യയായ ദിവ്യ എസ് അയ്യരുടെ ഇത്തരം പ്രവൃത്തി കൊണ്ടാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പാർട്ടിയിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ ശബരിനാഥൻ. മുഖ്യമന്ത്രി VD സതീശനോട് പല കാര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ എതിർപ്പുണ്ട് എങ്കിലും ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയ നടപടി ശരിയായ നടപടിയായി തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തപ്പെടുന്നത് എന്ന് പറയട്ടെ. ഒപ്പം ഉദ്യോഗസ്ഥ സമൂഹവും. സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഇറക്കി ജീവിക്കുന്ന ഉദ്യോഗസ്ഥർ, അതാണായാലും പെണ്ണായാലും, ഒരു തന്ത്രപ്രധാന തസ്തികയിലും നിയമിക്കരുത് എന്ന് തന്നെയാണ് ഉന്നത IAS ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെടുന്നത്. ദിവ്യ എസ് അയ്യരുടെ പ്രവർത്തികൾ സഹികെട്ടാണ് VD സതീശൻ അവരെ മാറ്റിയിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ സതീശന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള കാർത്തികേയന്റെ മരുമകളെ അദ്ദേഹം തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് തുടരാൻ അനുവദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ KK രാഗേഷിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിന് ഒരു പ്രസക്തിയുമില്ല. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ കനത്ത തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ്. ഇത് നമ്മൾ മറക്കാതിരിക്കുക. രാഗേഷ് ഈ പ്രസ്താവനയൊക്കെ നടത്തിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഈ വാർത്ത നമ്മളിത് പറയേണ്ടതുണ്ട്. പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം പാർട്ടിക്ക് കവചം തീർക്കാൻ ശേഷിയില്ലാത്തവനാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർക്ക് കവചം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന പരിഹാസം സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് തന്നെ ഈ പറയുന്ന മഹാനായിട്ടുള്ള KK രാഗേഷ് ഇപ്പോൾ നേരിടുകയാണ്. അതുകൊണ്ട് ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റാൻ അദാനി നീക്കം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല, അതിനെ പിണറായി തടഞ്ഞിരുന്നു എന്നുകൂടി KK രാഗേഷ് ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? അന്ന് എന്തുകൊണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി ഓഫീസ് വ്യക്തമാക്കിയില്ല എന്നതിനും മറുപടി വേണ്ടേ? ജോലി ചെയ്യാതെ റീൽസ് ചിത്രീകരിച്ച് ഏത് ഉദ്യോഗസ്ഥ നടന്നാലും അവരെ മാറ്റാൻ ആരും ആവശ്യപ്പെടും. ഏത് പൗരനും അതിനുള്ള അവകാശമുണ്ട് എന്നത് KKR എന്ന KK രാഗേഷ് മറന്നു പോകരുത്. KK രാഗേഷിനെയും P ശശിയെയും CM രവീന്ദ്രനെയും പോലുള്ള ചില അവസരവാദികളെ സ്വന്തം ഓഫീസിൽ ചുമന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കനത്ത തോൽവിയിൽ ഈ മൂവർ സംഘത്തിന് വലിയ പങ്കാണുള്ളത്. ഇവരെല്ലാം തന്നെ പാർട്ടി താല്പര്യം എന്നതിലുപരി സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിരുന്നത്. ഈ പറയുന്നതിന് എണ്ണി പറയാൻ നിരവധി കാരണങ്ങൾ ഉണ്ട് പോലും. ഇത്തരത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി നൽകിയ സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്ത നേതാവ് എന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയ കേരളം വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ നിരീക്ഷണമായിരിക്കാം. ചാർട്ടേഡ് വിമാനത്തിൽ മുഖ്യമന്ത്രി മംഗലാപുരത്തേക്ക് പോയി അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിന് ദിവ്യ എസ് അയ്യരുടെ സ്ഥലമാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. അതാണ് ഈ അന്തം കമ്മികളുടെ ഏറ്റവും വലിയ വിഷയവും. ഒരു പ്രശ്നത്തെ ഏത് തരത്തിലാണ് അഭിമുഖീകരിക്കേണ്ടതെന്നോ ആ പ്രശ്നത്തെ മാത്രം സ്വാധീനിച്ചുകൊണ്ട് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനോ ഈ അന്തം കമ്മികൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് തെറ്റുപറ്റിപ്പോകുന്നത്. ദിവ്യ എസ് അയ്യരുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മംഗലാപുരത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ കഥ പറയാൻ പോകുന്നത്? അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും ഈ CPM-ന്റെ പാർട്ടി സഖാക്കൾ ചെയ്തു വെക്കുന്നത്. ഇവിടെ പിടിച്ചാൽ പിടിവിടാതെ കർക്കശ നിലപാട് സ്വീകരിക്കുന്ന IAS ഓഫീസറുടെ പട്ടികയിൽപ്പെടുന്ന ആളൊന്നുമല്ല ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ എന്നത് എല്ലാവർക്കും അറിയാം. ദിവ്യ അയ്യർക്കാരുടെ രംഗത്ത് വന്ന KKR കവചം ഓർക്കേണ്ടത് അത് തന്നെയാണ്. സബ് കളക്ടറായിരിക്കെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ ചരിത്രമുള്ള ദിവ്യ എസ് അയ്യരെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിലെ പദവിയിൽ നിന്നും സ്ഥലം മാറ്റിയത് എന്തിനാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഈ തുറമുഖം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനാണ് എന്ന് KK രാഗേഷ് പറഞ്ഞാൽ അത് CPM പ്രവർത്തകർ പോലും പുഷ്ടിച്ചു തള്ളുകയാണ് ചെയ്യുക. ദിവ്യ എസ് അയ്യർ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതിനെതിരെ ഒന്നാം പിണറായി സർക്കാരിൽ പരാതി നൽകിയത് തന്നെ ഇപ്പോഴത്തെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായുള്ള V ജോയിയാണ്. പരാതി നൽകുമ്പോൾ അദ്ദേഹം MLA മാത്രമായിരുന്നു. CPM നടത്തിയ ശക്തമായുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ദിവ്യ എസ് അയ്യരെ അന്ന് പിണറായി സർക്കാർ സ്ഥലം മാറ്റിയിരുന്നത്. അപ്പോൾ ഈ ഭൂമി കൈമാറ്റം
അത് സംബന്ധിച്ച് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും ഒക്കെ റിപ്പോർട്ട് പരിശോധിച്ചാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് ദിവ്യ സയ്യർ നേരിടേണ്ടി വരുമായിരുന്നത്. അവിടെയാണ് കെ രാഗേഷിനെ പോലുള്ളവർ രക്ഷകരായി കവചം തീർത്ത് അവതരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധമായുള്ള ഒരു പരാതി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടർക്ക് മുന്നിൽ വന്നപ്പോൾ സർക്കാർ അനുമതിക്കായി വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചുവെങ്കിലും ദിവ്യ സയ്യർക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന് അനുമതി നൽകാതിരിക്കുകയാണ് അന്നത്തെ പിണറായി സർക്കാർ ചെയ്തത്. അപ്പോൾ ഈ ഫയലിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് തീർത്ത കവചത്തെയാണോ ദിവ്യ ആവർത്തിച്ചു പറയുന്ന കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംശയം ദിവ്യ സയ്യർക്ക് എതിരെ വന്ന പരാതി നൽകിയ അഭിഭാഷകൻ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. അപ്പൊ ഇതിനി മറുപടി നൽകേണ്ടതും പറയേണ്ടതും ഒക്കെ ദിവ്യ സയ്യർ തന്നെയാണ്. അതുകൊണ്ട് ദിവ്യ സയ്യർ സ്ഥലം മാറ്റിയത് വിഴിഞ്ഞം തുറമുഖത്ത് മുഖ്യമന്ത്രിയുടെ മറ്റെന്തോ അജണ്ട നടപ്പാക്കാനാണ് എന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥരുടെക്കിടയിൽ പോലും ആ വാദം വിലപ്പോയില്ല. അതുകൊണ്ടാണ് അവരുടെ പഴയ ചരിത്രം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന കെ രാഗേഷ് ദിവ്യ സയ്യർക്കെതിരായിട്ട് തിരുവനന്തപുരത്തെ CPM നേതാക്കൾ നൽകിയ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് ആദ്യം മറുപടി പറയേണ്ടത്. രാഗേഷ് പറഞ്ഞാലും അല്ലെങ്കിലും ഈ വിഷയം വിജിലൻസ് കോടതിയിൽ എത്തുവാനുള്ള എല്ലാ സാധ്യതയും ഇതിനുണ്ട്. അതുപോലെ തന്നെ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി VD സതീശൻ ഏറ്റെടുത്തത് യാദൃശ്ചികമല്ല എന്ന കെ രാഗേഷിന്റെ വാദവും തെറ്റാണ്. ഇതെല്ലാം തന്നെ മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏത് വകുപ്പ് ആരൊക്കെ കൈവശം വെക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയാണ്. അതിന് അദ്ദേഹത്തിനാണ് അവകാശം. കെ രാഗേഷിന് അതും അറിയില്ല എന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏത് ഉദ്യോഗസ്ഥനെ തുറമുഖ വകുപ്പ് ചുമതല നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം VD സതീശൻ നിർവഹിച്ചാൽ കെ രാഗേഷിന് എന്തിനാ പൊള്ളുന്നത്? ദിവ്യ സയ്യരെ മാറ്റുന്നതിൽ ഇത്രയ്ക്കും പൊള്ളേണ്ട കാര്യം എന്താണ് എന്നാണ് മനസ്സിലാകാത്തത്. അവരുടെ ഭർത്താവായ ശബരീനാഥൻ ഇല്ലാത്ത പ്രതിഷേധം കെ രാഗേഷിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇനി വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച ഇപ്പോഴത്തെ വിവാദമാണ് പ്രശ്നമെങ്കിൽ അതും ദിവ്യ സയ്യരുടെ നിയമനവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. അദാനിയുടെ കയ്യിലുള്ള വിഴിഞ്ഞം ധർമ്മത്തിന്റെ ഓഹരി വിറ്റത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധന നടക്കട്ടെ. അതല്ലാതെ അതിനിടയിൽ കോലിട്ട് മുതലെടുത്തതിന് ശേഷം ആ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെ വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത് ഡോക്ടർ ദിവ്യ സയ്യർ ആണ് എന്നൊക്കെ പറഞ്ഞ് പുകമുറ സൃഷ്ടിക്കുന്നത് അവരെ വീണ്ടും അവിടെ അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. റീൽസ് എടുക്കുന്നതല്ല അഡ്മിനിസ്ട്രേഷൻ ഭരണം എന്നത് മനസ്സിലാക്കുന്ന ആരും ഈ നീക്കത്തെ പിന്തുണയ്ക്കുകയില്ല. ഇതേക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് KKR കവചത്തിന് നല്ലത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കെ രാഗേഷ് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത ആളാണ് പുതിയ ചുമതലക്കാരൻ എന്നുള്ളതാണ്. അതിനും കൃത്യമായ മറുപടി പറയാനുണ്ട്. ദിവ്യ സയ്യർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഈ തുറമുഖത്തെ കുറിച്ച് എന്ത് ധാരണയാണ് ഉണ്ടായിരുന്നത്? സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതാണോ ദിവ്യ സയ്യരുടെ എക്സ്പീരിയൻസ്? അതും ഈ ഘട്ടത്തിൽ പൊതുസമൂഹം രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയുവാനേ ഭർത്താവായ ശബരീനാഥിന് പോലും കഴിയൂ. MDയെ ഒറ്റുകൊടുത്തതാണ് എന്ന് മുതലക്കണ്ണീരൊഴുക്കുന്ന KKR മനസ്സിലാക്കുക. കെ രാഗേഷ് ഇനിയും തിരിച്ചറിയുക. നിങ്ങളുടെ അന്തം കമ്മിപ്പണിയൊന്നും ഇനി നടക്കില്ല കുറച്ചു കാലത്തേക്ക്.